പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരിരുമ്പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കൈപ്പിളർന്ന പാറമേ, എനിക്കൈപ്പിളർന്ന പാറമേ. വൻതീരകളലറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പാടകിൽ ഞാൻ ഏകനായി ആശ്രയറ്റെന്നു തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. രോഗ ദുഃഖങ്ങളേറുമ്പോൾ മാനപീഡകളേറുമ്പോൾ ക്രൂസിൽ പങ്കപ്പാടേറ്റതാ യേശു മാത്രമെന്നാ ഭയം. മാറിൽ ചേർത്തണച്ചിടും ചേറ്റിൽ നിന്നുയർത്തിടും കാതിൽ സാന്ത്വനമോദിടും, കാതിൽ സാന്ത്വനമോദിടും. ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ കാണും. മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ, എന്നെ കാത്തു നിൽക്കും സംഘത്തെ, എന്നെ കാത്തു നിൽക്കും സംഘത്തെ. കൺകൾ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും ഗീതങ്ങൾ സ്വർണ്ണ സരപ്പാളികളാൽ കണ്ണഞ്ചിക്കുന്ന വീതികൾ എൻ സ്വന്തമായി തീരുമ്പോൾ യേശുവിൻ പാദം മുത്തു ഞാൻ, പൊൻവീണകളിൽ പാടും ഞാൻ, പൊൻവീണകളിൽ പാടും ഞാൻ, പൊൻവീണകളിൽ പാടും ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവം നോഹയെയും അവനോട് കൂടെ പട്ടണത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു, സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ദൈവം ഓർക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർ ആരും ഓർക്കുന്നുണ്ട്? എൻ്റെ ദൈവം ഓർക്കുന്നുണ്ട്. ദൈവം മനസ്സിലാക്കുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. ദൈവം നമ്മൾ ഓരോരുത്തരെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോരുത്തരെയായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന പൈതലെ നമ്മളിവിടെ വെറുതെ അല്ല വന്നത്, കർത്താവ് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേൻ, ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്തമായ വിഷയങ്ങളോടായിരിക്കാം നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ ആ വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം ഓർക്കുന്നൊരു ദൈവമാണ്. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ജലപ്രളയം വരാൻ പോകുന്ന ദൈവം നോഹയോട് പറയുന്നു,
നോഹ പെട്ടകം, ദൈവം നോഹയോട് പെട്ടകം ഒരുക്കാൻ പറയുന്നു. പെട്ടകം ഒരുക്കുന്നു, ജലപ്രളയം വരുന്നു, സകലവും തകരുന്നു. പെട്ടകം സ്തോത്രം, പെട്ടകത്തിനകത്തിരിക്കുന്ന നോഹയും കുടുംബത്തെ ദൈവം എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. ഹല്ലേലൂയ. വിളിച്ചിറക്കുക മാത്രമല്ല, വടിയിലിട്ടിട്ട് പോകുന്ന ദൈവം മാത്രമല്ല, പിന്നെ വെള്ളം നിന്നാലും കർത്താവ് മറന്നു പോകത്തില്ല, വെള്ളം ഉണ്ടെങ്കിലും മറന്നു പോകത്തില്ല. വിളിച്ചിറക്കിയിട്ടുണ്ടോ? വിളിച്ചവൻ വിശ്വസ്തൻ തന്നെ, അന്ത്യം വരെയും വഴി നടത്താൻ ഈ ദൈവം മതിയായവനാണ്. നമ്മളെ വിളിച്ചിട്ടുണ്ടോ? ഇറക്കിയിട്ടുണ്ടോ? വഴിയിൽ വെച്ചിട്ട് വിട്ടിട്ട് പോകുന്നവനല്ല. വാതിൽ അടച്ചതാരാ? പെട്ടകത്തിന്റെ വാതിൽ അടച്ചതാരാ? ദൈവം അല്ലേ? യഹോവയാകുന്ന ദൈവം പെട്ടകത്തിന്റെ വാതിലങ്ങ് അടച്ചു. സ്തോത്രം. വാതിലടച്ചു. പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോയോ? ഇല്ല. വാതിലിനെ ഈ മനുഷ്യനെ കൊണ്ട് തുറപ്പിച്ചെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഓരോ സെക്കൻഡും സ്വർഗത്തിലെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നമ്മളെ പെട്ടകത്തിനകത്താക്കി വാതിലടച്ചിട്ട് പോകുന്ന ഒരു ദൈവമല്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടകത്തിലാക്കേണ്ട സമയത്ത് ആക്കി, പുറത്താക്കേണ്ട സമയത്ത് പുറത്താക്കി, സംസാരിക്കേണ്ട വേണ്ട സംസാരിച്ച്, ആത്മാവിനാൽ നിറച്ച്, ബലത്തോടെ, അധികാരത്തോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ, കൃപയോടെ പുറത്തെടുക്കുവാൻ ദൈവം മതിയായവനാണ്. ഈ ദൈവത്തെ പോലൊരു മറ്റൊരു ദൈവമില്ല. ഇന്നലെ സൂമിൽ കയറിയവർക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണും എൻ്റെ ദൈവം എത്രമാത്രം വലിയവനാണ്. ഞാനിങ്ങനെ ആകാശത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ഈ ആകാശത്തിനകത്ത് ഒരുക്കി വച്ചിരിക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ വലിപ്പം, ഓ അതിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ധനം, മഹിമ, ജ്ഞാനം, ബലം, അതിൻ്റെ ആഴമേ, അതിൻ്റെ ആഴം എത്ര പേർക്ക് അളക്കാൻ പറ്റും? അയ്യോ, കർത്താവിൻ്റെ ധനം, കർത്താവിൻ്റെ ജ്ഞാനം, കർത്താവിനെ കുറിച്ച് ആർക്ക് വർണ്ണിക്കാൻ പറ്റും? കർത്താവിനെ ആർക്ക് അളക്കാൻ പറ്റും? എന്നെ കേൾക്കുന്ന പ്രിയരെ, അത്ര വലിയവനായ ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഓർക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എൻ്റെ കർത്താവ് ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവർ നഗ്നതയാണെന്ന് അറിഞ്ഞ് ഒളിച്ചു അല്ലേ? ഒളിച്ചപ്പോൾ അവിടെ എൻ്റെ അപ്പൻ ഒരു ഉടുപ്പുണ്ടായി കൊടുത്തു അല്ലേ? ആ ഉടുപ്പ് കാലങ്ങളായി കൈമാറുന്നുണ്ട്. ആ ഉടുപ്പ് ഇപ്പോൾ ആരുടെ ഇരിക്കുക? നോഹയുടെ ഇരിക്കുക. ആ ഉടുപ്പിൻ്റെ ഇത് നിമിത്തം, ആ കൈമാറൽ നിമിത്തം ഈ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പാകെ ഒരു അനുഗ്രഹമായി മാറി. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ദൈവൻ നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. സകലത്തെ പെട്ടകത്തിലുള്ളത് നോഹ മാത്രമല്ല, നോഹയോട് കൂടെ ഉണ്ടായിരുന്ന സകലത്തെയും, കണ്ടോ? സകലത്തെയും ദൈവൻ നോഹയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെ ഓർത്തു. കണ്ടോ? നോഹയെ ഓർത്തു, നോഹയുടെ കുടുംബത്തെ ഓർത്തു, നോഹയുടെ കൂടെ പെട്ടകത്തിനകത്തുള്ള ജീവികളെ ഓർത്തു, മൃഗങ്ങളെ ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. വെള്ളം കയറിക്കൊണ്ടിരുന്നു, വെള്ളം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അത് പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൈവം അവരെ ഓർത്തപ്പോൾ ഒരു കാറ്റടിപ്പിച്ചു. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഒരു കാറ്റടിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രു ഒതുക്കി കളയുമെന്ന് അവകാശം പറയുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ പതറിക്കുന്ന തീങ്കൽ മെഴുകുരുകും പോലെ സങ്കീർത്തന പുസ്തകം 62-ാം അധ്യായം 68-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യഹോവ എഴുന്നേൽക്കുമ്പോൾ, വായിച്ച്, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറി ഓടുന്നു, തീങ്കൽ മെഴുകുരുകുന്നത് പോലെ. വായിച്ച്, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരിൽ അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. അടുത്ത പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. അടുത്ത തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. 68-ാം അധ്യായം സങ്കീർത്തനം 68-ാം അധ്യായം വായിച്ചു. ഒന്നുകൂടെ വായിച്ചേ, 1 മുതൽ. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ. ഇന്ന് പകൽക്കാലം, ഓ സ്തോത്രം, എന്നും പ്രതിസന്ധി അല്ല, എന്നും പ്രതികൂലമല്ല. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ നിന്നെ ഒതുക്കി വച്ചിരുന്ന ചില മണ്ഡലങ്ങളെ അവ ഉരുക്കി കളയുവാൻ ശക്തിയുള്ള സർവശക്തൻ ഇന്ന് പകൽക്കാലം പൈതലെ നിന്നെ ഓർക്കുന്നുണ്ട്. അമ്മേ, നിന്നെ ഓർക്കുന്നൊരു ദൈവം ഇന്ന് എത്ര മനസ്സിലാകുന്നുണ്ട്? മറന്നിട്ടില്ല. പെട്ടകത്തിൽ കയറ്റിയ ദൈവം മറന്നിട്ടില്ല. ഓ, നിന്നെ കർത്താവ് മറന്നിട്ടില്ല. പെട്ടകത്തിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒഴുക്ക് നിൽക്കാൻ പറ്റാത്ത നിലവാരത്തിൽ അത് വീണ്ടും അത് കുമിഞ്ഞു കയറുകയാണെങ്കിൽ, പ്രശ്നം കുമിഞ്ഞു കയറുകയാണെങ്കിൽ, പ്രതിസന്ധി കുമിഞ്ഞു കയറുകയാണെങ്കിൽ, അതിൻ്റെ പുറത്തുള്ളൊരു പെട്ടകത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിലും പൈതലെ, നീ അതിനകത്ത് മുങ്ങി തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ശാസിക്കുന്നൊരു ദൈവം എഴുന്നേൽക്കുന്നു, പ്രതികൂലങ്ങളെ ഉടയ്ക്കുന്നൊരു ദൈവം എഴുന്നേൽക്കുന്നു, വെള്ളത്തെ നിർത്തലാക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പെരുപ്പത്തെ കുറപ്പിക്കുന്ന
ഉറപ്പിക്കുന്ന ഒരു ദൈവം, കാറ്റടിപ്പിക്കുന്ന ഒരു ദൈവം എഴുന്നേൽക്കുന്നു. ഇതിനകത്ത് കർത്താവ് പറയുന്നു, ശത്രുക്കൾ ചീതറി ഓടിക്കുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ, മകളെ, നിനക്കെതിരെ വാദിക്കുന്ന, വെല്ലുവിളിക്കുന്ന ചില ശത്രു മണ്ഡലങ്ങളെ ചിതറിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് ഈ ആരാധനാലയത്തിൽ വെളിപ്പെടുന്നുണ്ട്. വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കും അതിനകത്ത് കടന്നു വന്നത്. പക്ഷെ ഭാരപ്പെടേണ്ട, അവയുടെ നടുവിൽ ഓർക്കുന്നൊരു ദൈവം, അവയുടെ നടുവിലും നീ എവിടെയാണെന്ന് ഓർക്കുന്നൊരു ദൈവം. അയ്യോ, വെള്ളം കുമിഞ്ഞ് കയറുകയാണെന്ന് ഓർക്കുന്ന ദൈവം. കർത്താവ്, ഞാൻ പെട്ടകത്തിനകത്താണപ്പാ, അങ്ങിലാണ് ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്ന് പറയുമ്പോഴും എൻ്റെ ദൈവം പറയും, മോനെ, മോളെ, ഞാൻ നിന്നെ ഓർക്കുന്നവനാണ്. കണ്ടോ, അടുത്ത വാക്യം വായിച്ച, സങ്കീർത്തന പുസ്തകം അടുത്ത വാക്യം വായിച്ചേ. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. പുക പതറിപ്പോകും പോലെ നിനക്കെതിരെയുള്ള പ്രശ്നങ്ങളെ പതറിക്കുന്ന ഒരു കർത്താവ്. അടുത്ത വരി വായിച്ചേ. മെഴുകുരുകുന്നത് പോലെ, തീങ്കൽ മെഴു ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധി നശിക്കുന്നു. കണ്ടോ, തീങ്കൽ മെഴു ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധി എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. എങ്ങനെ? തീങ്കൽ മെഴു ഉരുകുന്നത് പോലെ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് നീ പെട്ടകത്തിനകത്താണ്. പക്ഷേ ചിലതെല്ലാം നീ പറയുകയാണ്, അയ്യോ, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധി ഉണ്ട്, പുറത്ത് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ അടുത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ തീങ്കൽ മെഴു ഉരുകുന്നത് പോലെ അവയെ ഉരുക്കി കളയാൻ കഴിവുള്ള ദൈവം ഇന്ന് ഈ ആലയത്തിനകത്ത് നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കെതിരെയുള്ള ചിലതിനെ ഒരുക്കിയിട്ട്, അയ്യോ കർത്താവേ, അങ്ങനെ എനിക്ക് നിറഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവേ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് നിനക്കെതിരെ നിൽക്കുന്ന ഇരുട്ടിനെ ഉരുക്കി കളഞ്ഞിട്ട് അവിടെ ആത്മാവിൻ്റെ ശക്തിയെ പകർന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ് ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം ഇന്നലെ ഇന്നും എന്നേക്കും അനന്യം തന്നെ, വാക്ക് മാറാത്ത ദൈവം തന്നെ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ തന്നെ, സർവശക്തനാകുന്ന ദൈവം തന്നെ, സർവജ്ഞാനിയാകുന്ന ദൈവം തന്നെ. ആ കർത്താവ് നോഹയെ ഓർത്തു, പെട്ടകത്തിലുള്ള സകലത്തെ ഓർത്തു. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, വായിച്ചെടുത്ത വരി. ദുഷ്ടന്മാർ ദൈവസന്നിധി നശിക്കുന്നു. ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ, കണ്ടോ, ദുഷ്ടന്മാർക്ക് ദൈവസന്നിധി നിൽക്കാൻ കഴിയത്തില്ല, അവ നശിച്ചു പോകുന്നു. ഇന്ന് പകൽക്കാലം നമുക്കെതിരെ ഉള്ള സകല ദുഷ്ടമണ്ഡലങ്ങളെ നശിപ്പിക്കുന്ന ഒരു ദൈവം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? പറഞ്ഞ ധൈര്യത്തോടെ പറഞ്ഞ, കർത്താവേ, എൻ്റെ ഭവനത്തിനകത്ത് ഇന്ന വ്യക്തിയിൽ കർത്താവെ കളിച്ചിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥത തരുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റുന്നില്ല, പല സാഹചര്യങ്ങൾ. ദൈവമേ, അങ്ങനെയുള്ള ദുഷ്ടമണ്ഡലങ്ങളെ ഉരുക്കുന്ന, അവയെ തകർക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് ഇവിടെ നിന്ന് പ്രാപിച്ച് മടങ്ങി പോകാൻ തക്കവണ്ണോ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിറയണമെന്ന് പറയാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഓർക്കുന്നൊരു ദൈവം. പെട്ടകത്തിനകത്ത് പൂട്ടിയിട്ടിട്ട് പോകുന്നൊരു ദൈവമല്ല. ഇനി ഉൽപ്പത്തിയിലേക്ക് വരാം, ഒന്നുകൂടെ വായിച്ച് 8:1-2. പെട്ടകത്തിനകത്ത് പൂട്ടിയിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. പിന്നെയോ, പൂട്ട് തുറക്കാൻ സമയമാകുമ്പോൾ തുറപ്പിച്ച് വെളിയിൽ അതിനെ അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കേണ്ടടുത്ത്, ആ വെള്ളത്തിനകത്ത് കിടക്കുന്ന നിന്നെ, നീ സഞ്ചരിക്കുന്ന പെട്ടകത്തെ ഉറപ്പിക്കേണ്ട സ്ഥലത്ത് ഉറപ്പിക്കാൻ സമയമാകുമ്പോൾ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉറപ്പിക്കേണ്ട സമയത്ത് ഉറപ്പിക്കേണ്ട മണ്ണ് ഉറപ്പിക്കുന്ന സർവശക്തനാകുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചിലതെല്ലാം ഉറപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എനിക്കൊന്നറിയാം, കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ചിലതിനെയൊക്കെ ഉറപ്പിക്കാൻ സമയമായി. ചിലതിനെയൊക്കെ ഉറപ്പിക്കാം. ആമേ, ഇളകി പോകാത്തൊടുത്ത് ഉറപ്പിക്കാം. എല്ലാ തടസ്സങ്ങളെ പൊട്ടിച്ച് ഉറപ്പിക്കാൻ സമയമായി. ഉറപ്പിക്കാൻ സമയമായി. എവിടെ ഉറപ്പിക്കണമെന്നും, എപ്പോൾ ഉറപ്പിക്കണമെന്നും, എങ്ങനെ ഉറപ്പിക്കണമെന്നും നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന് അറിയാം. നിന്നെ എവിടെ ഉറപ്പിച്ചാൽ നീ തകരുകയില്ലെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അവിടെ ഉറപ്പിക്കാൻ, ആ ഡോറിനെ തുറപ്പിക്കാൻ, നിന്നെ പുറത്തെടുക്കാൻ, പ്രതികൂലത്തിൽ കാറ്റടിപ്പിച്ച് വാറ്റിക്കാൻ, പ്രശ്നത്തെ കാറ്റടിപ്പിച്ച് മാറ്റിക്കാൻ, അവയെ ഉണക്കാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് പ്രശ്നമെന്ന തിരമാല നിന്നെ മുക്കാൻ വന്ന് നിൽക്കും പോലെ നിൽക്കുന്നതായിരിക്കാം. പേടിക്കേണ്ട. കർത്താവ്, ഇതിനകത്ത് എത്ര കാലം ഞാൻ ആയിരിക്കണം? എൻ്റെ കർത്താവ് എന്നൊന്ന് തുറന്ന് പുറത്ത് വരും എന്ന് നീ ഭാരപ്പെടുന്നതായിരിക്കാം. ദൈവസാന്നിധ്യത്തിനകത്തായിരിക്കാം. പക്ഷെ പ്രതീക്ഷിക്കും പോലെ പുറത്തു വരാൻ കഴിയാതെ ഏതൊക്കെ ഭാഗത്തിനകത്ത് മുങ്ങി താഴുന്ന ഒരു അനുഭവത്തിനകത്ത്, ഒരു പെട്ടകത്തിനകത്ത് നീ ആണെങ്കിൽ പോലും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഏതൊക്കെ സാഗരത്തിനകത്ത് പൊങ്ങുന്നു താഴുന്നു. പെട്ടകം പൊങ്ങുന്നു, പെട്ടകം താഴുന്നു. പെട്ടകം വെള്ളത്തിനനുസരിച്ച് പൊങ്ങുന്നു. അല്പം മാറുമ്പോൾ അത് താഴുന്നു, അല്പം കഴിയുമ്പോൾ വീണ്ടും വെള്ളം പൊങ്ങുന്നു, ഇത് പൊങ്ങുന്നു. ആ മേൻ പ്രതീക്ഷിക്കും പോലെ പുറത്തിറങ്ങി കാല് വയ്ക്കാൻ പറ്റുന്നില്ലെന്ന് ഒരു ഭാരത്തോടെ നീ ഇരിക്കുന്നെങ്കിൽ, ആ മേൻ പെട്ടകത്തെ ഓർക്കുന്ന, പെട്ടകത്തിനകത്തിരിക്കുന്ന നിന്നെ ഓർക്കുന്ന ഒരു ദൈവം, നിന്നെ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം, നിന്റെ സാഹചര്യം അറിയുന്ന ഒരു ദൈവം, നിന്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവം, ഓർക്കുന്നൊരു ദൈവം, ഒരു കാറ്റടിപ്പിക്കുന്ന ദൈവം. അതെ, ഒരു കാറ്റടിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നേരെ ഒരു കാറ്റടിപ്പിച്ച് അവയെ ചിതറിക്കുന്ന
അവയെ തകർക്കുന്നൊരു ദൈവം, അവയെ തകർക്കുന്ന അവയുടെ പോരുകളെ ഉടയ്ക്കുന്നൊരു ദൈവം ഇന്ന് പകൽക്കാല ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, എൻ്റെ ദൈവം ഓർത്തു. ഇന്നലെ രാത്രി മുതൽ ഈ വരി എന്നെ കത്തിക്കൊണ്ടിരിക്കുക. ഓർത്തു, ഓർത്തു. രാത്രി മുഴുക്ക പറഞ്ഞു കിടന്നു. ഓർത്തു, 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 ഓർത്തു. ഓർക്കുന്നൊരു ദൈവം, ഓർക്കുന്നൊരു ദൈവം, മറക്കാത്ത ദൈവം, ഓർക്കുന്നൊരു ഓർത്തു, 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 ഓർത്തു. ആമേൻ. ഈ വാക്ക് ഇന്നലെ തന്നതാ. ഓർത്തു. എൻ്റെ ദൈവം ഓർക്കുകയാണ്, നിന്നെ ഓർക്കുകയാണ്. ഓ, നീ എവിടെയാണെന്ന് എൻ്റെ ദൈവം ഓർക്കുന്നുണ്ട്. അയ്യോ, നീ പെട്ടകത്തിനകത്താണെന്ന് ദൈവം ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഡോർ അടഞ്ഞു കിടക്കുന്നത് ഓർക്കുന്നുണ്ട്. അതിനകത്ത് ചിലതൊക്കെ ഉണ്ടെന്ന് ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഡോർ അടഞ്ഞു കിടക്കുന്നത് ഓർക്കുന്നുണ്ട്. ഡോർ ഇപ്പൊ തുറന്ന വെള്ളം കൊണ്ട് മുങ്ങു എന്ന് ഓർക്കുന്നുണ്ട്. ഈ വെള്ളം പറ്റിയാൽ ഡോർ തുറക്കാൻ പറ്റുകയുള്ളൂ എന്ന് എൻ്റെ ദൈവം ഓർക്കുന്നുണ്ട്. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓർക്കുന്നൊരു ദൈവം, ഓർക്കുന്നൊരു ദൈവം. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെ ഓർത്തു. ദൈവം ഭൂമി മേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ദൈവം ഭൂമി മേൽ ഒരു കാറ്റ് അടിപ്പിച്ചു. ഒറ്റ കാറ്റ് മതി വെള്ളം നിലയ്ക്ക. ആ ഡോർ തുറന്ന് പുറത്തു വരാൻ തടസ്സമായിരിക്കുന്നില്ലേ? അത് തുറന്ന് പുറത്തു വരാൻ തടസ്സം നിൽക്കുന്ന ആ വെള്ളത്തെ വറ്റിക്കാൻ എൻ്റെ അപ്പൻ്റെ ഒറ്റ കാറ്റ് മതി. ഓ ജീസസ്, ഹല്ലേലൂയ. വെള്ളം നിലച്ചു. അടുത്ത വരി, ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. എന്നും മഴ വേണ്ട, അത് അടയേണ്ട സമയമാകുമ്പോൾ അടപ്പിച്ച് വീണ്ടും വിളിച്ച് പറയുന്നു, നിന്നെ ഉറപ്പിക്കാൻ സമയമായി, ഞാൻ ഉറപ്പിക്കാൻ പോകുന്നു. ഓ, ആരോട് പറയുക? നിന്നെ ഉറപ്പിക്കാൻ സമയമായി, അത് ഞാൻ ഉറപ്പിക്കും. നിന്നെ ഉറപ്പിക്കും. നീ ഇളകി ഇങ്ങനെ എന്ത് ചെയ്യണം ഇവിടെ നിൽക്കുക. പക്ഷെ ഞാൻ ഉറപ്പിക്കാൻ സമയമായി, ഞാൻ നിന്നെ ഉറപ്പിച്ച് പുറത്തെടുക്കും. ഓ ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉറപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം ഭൂമി മേലൊരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നു. ഓ, ദൈവത്തിന് സ്തോത്രം. ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നും വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ പലയിടത്തും വലിഞ്ഞഴഞ്ഞ് ചുറ്റി സഞ്ചരിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ഇത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഒരിടത്ത് ഉറക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഉറപ്പിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓ, ഈ വചന ആവശ്യമുള്ളവരകത്ത് അത് കത്തിയിട്ടുണ്ട്. ഉറപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ള ഇടവതാഴത്ത് കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാതായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ അങ്ങോട്ട് താഴോട്ട് വായിച്ചു പോകുമ്പോൾ വാതിൽ തുറന്നു പുറത്തു വരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പൈതലെ, ഹല്ലേലൂയ, സ്വത്രം ഉറയ്ക്കാൻ സമയമായി. കാറ്റുകൊണ്ട് ചിലതിനെ തകർക്കാൻ സമയമായി. പെട്ടകത്തിനകത്തുനിന്ന് പുറത്തെടുത്ത് നിന്നിലൂടെ ചില ചെയ്യാൻ സമയമായി. ചിലടത്തിനെ ഉറപ്പിക്കാൻ സമയമായി. ചിലത് ചെയ്യിക്കാൻ സമയമായി. നിന്നെ പൂട്ടിയിട്ടിട്ട് മറന്നിട്ട് പോകുന്നൊരു ദൈവമല്ല. അവിടെ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ട്, ആമേൻ, വറ്റിക്കേണ്ടതിനെ വാറ്റിച്ചിട്ട് തക്ക സമയമാകുമ്പോൾ പുറത്തെടുത്ത് ആ കുടം വലിച്ചെറിഞ്ഞ് കുടം അവിടെ ഇട്ടിട്ട് അവൾ പോയി പട്ടണത്തിൽ പറഞ്ഞു, ഞാൻ മസിഹയെ എന്ന് വച്ചാൽ ക്രിസ്തുവിനെ. ആമേൻ. പട്ടണം മുഴുവൻ ഇളകി യേശുവിൻ്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. സഹോദരി ചെന്ന് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു. അവൻ എനിക്ക് പ്രത്യക്ഷനായി. അവൻ എന്നോട് പറഞ്ഞു വന്ന് അറിയിക്കാൻ. യേശു ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഉയർപ്പിൻ്റെ ഒരു ദൂത് മറ്റുള്ളവർക്ക് കൈമാറാൻ
ഇതിനകത്തിരിക്കുന്ന പൈതലേ, നിന്നെ ദൈവം കാണുന്നുണ്ട്. സാന്നിധ്യത്തിന്റെ പെട്ടകത്തിനകത്ത് നിന്നെ മറച്ചു വെച്ചാലും നിന്നെ പുറത്തു വിടാൻ തടസ്സമായി നിന്ന ഇതിനെ ഒറ്റ കാറ്റുകൊണ്ട് അടിപ്പിച്ച് പർവ്വതത്തിൽ നിലപ്പിച്ചിട്ട് പുറത്തിറക്കി നിന്നെ ആക്കേണ്ടടുത്ത് ആക്കിക്കുവാൻ ഓർക്കുന്നൊരു ദൈവം വന്നിട്ടുണ്ട്. ഓർക്കുന്നൊരു ദൈവം, ഓർക്കുന്നൊരു ദൈവം, ഓർക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. നിനകത്ത് വ്യത്യസ്തമായ വിഷയത്തോടെ വന്നിരിക്കുമ്പോഴും നിന്നെ ഓർക്കുന്നൊരു ദൈവം വന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം അതിന് 29 വാക്യം വായിക്കുമ്പോൾ ഓർക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. നോഹയും കുടുംബത്തെ മറന്നില്ല, അവയോട് കൂടെ കയറിയ ഒന്നിനെയും മറന്നില്ല, പെട്ടകത്തെയും മറന്നില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, നീ അപ്പന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. നിന്നെ ദൈവം മറന്നിട്ടില്ല, നിന്നെ ദൈവം മറന്നിട്ടില്ല. അതത് സമയത്ത് നിനക്ക് വേണ്ടുന്നതെല്ലാം തന്ന്, ശക്തി തന്ന്, ബലം തന്ന്, കൃപ തന്ന്, ആത്മാവിന്റെ ശക്തിയോടെ പുറത്തെടുക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ദൈവം ഇന്നലെ ഇന്നും എന്നേക്ക് മതിയായവൻ. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 29 വാക്യം വായിച്ചേ. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോഴും അബ്രഹാമിന് ഓർമ്മയുള്ള ദൈവം. അബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട പട്ടണം നശിപ്പിക്കുമ്പോൾ ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ഏത് പ്രദേശം? സോദം ഗൊമോറ. അത് തകർക്കാൻ ദൈവം പദ്ധതിയിടുമ്പോൾ അബ്രഹാമിനെ മറന്നില്ല, ഓർത്തു. ഒരു പ്രശ്നം ആ ദേശത്ത് വന്നപ്പോൾ അവിടെ തൻ്റെ പൈതലിനെ മറക്കാത്ത, ഓർക്കുന്ന ഒരു ദൈവം. മോളെ, നിന്റെ പട്ടണത്തിൽ എന്തെങ്കിലും വരുമ്പോൾ നീ ക്രിസ്തുവിൻ്റെ മകനായി മകളായാണോ ജീവിക്കുന്നത്? നിന്നെ അവിടെ പാർപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, പ്രശ്നം വരുമ്പോൾ നിന്റെ കൂടെയുള്ള ചില കണ്ണികളെ ഒരുപക്ഷെ പൊക്കിയെടുക്കാൻ ഓർക്കുന്ന ഒരു ദൈവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ഒരു വാക്ചാതുര്യമല്ല, നമ്മുടെ എന്തോ ഒരു സംഭവം കണ്ടിട്ടല്ല. എൻ്റെ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ ഓർക്കുന്നത്, ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെ ഓർക്കുന്നത്. ലോത്ത് അബ്രഹാമിനോട് കൂടെ പോയതാണ്. സോദോം ഗൊമോറ പട്ടണം തിരഞ്ഞെടുത്ത് സോദോം ഗൊമോറയിൽ അബ്രഹാമിന് കൊടുക്കാതെ പാർത്തതാണ് ലോത്തും കുടുംബവും. എന്നാൽ സോദോം ഗൊമോറയുടെ പട്ടണത്തിലെ പാവം പെരുക നിമിത്തം, ആ പാവം നിമിത്തം സോദോം ഗൊമോറ തകർക്കാൻ ദൈവം പദ്ധതി ഇടുമ്പോഴും അബ്രഹാമിനെ ഓർത്തിട്ട് അബ്രഹാമിന്റെ കൂടെ വന്ന ഒരുത്തനെ കണ്ട് രക്ഷിച്ച ഒരു ദൈവം ഇന്ന് പകൽക്കാലം. ആമേൻ, ആമേൻ, ആമേൻ. പലപ്പോഴും പല പ്രതിസന്ധികൾ നേരിടമായിരുന്നു. എൻ്റെ ദൈവം നിന്നെ ഓർത്തു കേട്ടോ. പ്രാർത്ഥിക്കുന്ന മകളെ, പ്രാർത്ഥിക്കുന്ന മകനെ, ഒരുപക്ഷെ ദൈവം നിന്നെ ഓർത്തു. ദൈവം നിന്നെ ആമേൻ, അബ്രഹാമിനെ ഓർത്തു. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ രാത്രിയുടെ കരച്ചിലുകൾ, നിന്റെ പകലിലെ കരച്ചിലുകൾ, നീ ഓരോ സമയം അവസരം കിട്ടുമ്പോഴല്ല എൻ്റെ അപ്പൻ്റെ മുൻപിൽ വന്ന് വീണ് കിടന്ന് കരയുന്ന കരച്ചിലുകൾ എൻ്റെ ദൈവം ഓർക്കുന്നുണ്ട്. അമ്മേ, നിന്റെ പ്രാർത്ഥന ദൈവം കാണുന്നുണ്ട്, നിന്റെ നിലവിളി ദൈവം കാണുന്നുണ്ട്. അപ്പൻ്റെ കൂടെ നടക്കുന്ന പൈതലെ, മകനെ, മകളെ, നീ ഏതൊക്കെ സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴും ഒരു പ്രശ്നം നിന്റെ കുടുംബത്തിൽ വരാൻ പോകുമ്പോൾ, നിന്റെ ദേശത്തിൽ വരാൻ പോകുമ്പോൾ നിന്നെ മറക്കാതെ ഓർക്കുന്നൊരു സർവ്വശക്തൻ. ആ പട്ടണത്തിൽ ഒരു പ്രതിസന്ധി വരാനിരിക്കുമ്പോൾ എൻ്റെ ദൈവം അബ്രഹാമിനെ ഒന്ന് ഓർത്തു. പെട്ടകത്തിനകത്ത് താമസിച്ച സ്തോത്രം നോഹയെയും കുടുംബത്തെയും അതിലുള്ള സകലത്തെ ഓർത്ത് അവയെ പുറത്ത് കൊണ്ടുവരുവാൻ പ്രവർത്തിച്ച ദൈവം, അവിടെ കാറ്റടിപ്പിച്ച ദൈവം, വെള്ളത്തെ നിർത്തലാക്കിച്ച ദൈവം, അവിടെ ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ച ദൈവം, പുറത്ത് കൊണ്ടുവന്ന ദൈവം. ഇവിടെ ഇതാ ലോത്ത് പാർത്ത ദേശത്തെ തകർക്കാൻ പോകുമ്പോൾ അബ്രഹാമിനെ ഓർത്ത ദൈവം. നിനകത്ത് പാർക്കുന്ന പൈതലെ, ഓർക്കുന്നൊരു ദൈവമുണ്ട്. തകരേണ്ട ശത്രു പല കെണികളും നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ പദ്ധതി ഇടുമ്പോൾ, പാപം ചെയ്ത ചില വ്യക്തികളെ ദൈവം തകർക്കാത്ത കാര്യം എന്താ? ദൈവം നിന്നെ ഒരുപക്ഷെ ഓർത്തോ ഉണ്ടായിരിക്കാം. പ്രാർത്ഥിക്കുന്ന അപ്പാ, ഒരിക്കലത്തേക്ക് വിടുവിക്കണേ, രക്തം കൊണ്ട് കഴുകണേ അപ്പാ, ഈ പാവം കണക്കെടുക്കല്ലേ അപ്പാ എന്ന് നീ കരയുന്നില്ലേ? കരച്ചിൽ നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി?
ഒരുപക്ഷെ ഒരുപാട് പ്രതിസന്ധി വരാമെന്ന് വരികയാണ്. പക്ഷെ അവിടെ ഒരുപക്ഷെ മാറിയത് അബ്രഹാമിനെ ഓർത്ത ദൈവം നമ്മയും ഓർത്തത് കൊണ്ട്. ഓഹോ, പ്രശ്നങ്ങൾ ഒരുപാട് വരാമായിരുന്നായിരിക്കാം. പക്ഷെ നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിലെ പലരും ദൈവത്തെ കണ്ടുമുട്ടിയില്ല. എന്നിട്ട് നീ വീട്ടിനകത്ത് കിടന്ന് കരയുകയാണ്, അപ്പാ എൻ്റെ ഇന്നാളിനെ ഒന്ന് ഓർക്കണേ, ഒന്ന് രക്ഷിക്കണേ അപ്പാ. ഇന്നാള് ദൈവത്തെ കണ്ടുമുട്ടില്ല അപ്പാ, ഇന്നും പാവം ചെയ്ത് ജീവിക്കുന്നപ്പാ. അപ്പാ ആ പാവം കണക്കെടുക്കല്ലേ, ആ തെറ്റ് കണക്കെടുക്കല്ലേ, ആ കുറവ് കണക്കെടുക്കല്ലേ. നിന്റെ കണ്ണീരുണ്ടല്ലോ പൈതലേ, നിന്റെ കരച്ചിലുണ്ടല്ലോ, നിന്റെ നിലവിളി ഉണ്ടല്ലോ, ദൈവം ഓർക്കുക. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത് ആ തീക്കകത്ത് ലോത്തും കുടുംബവും തകരാതിരിക്കാൻ അവിടുന്ന് പൊക്കിച്ച ദൈവം നിന്നെ ഇന്ന് പകൽക്കാലം ഓർക്കുന്നുണ്ട്. നിന്റെ കരച്ചിൽ കാണാതെ മാറിപ്പോട്ടില്ല, പിന്നെയോ കരച്ചിൽ കണ്ട് ഓഹോ മറക്കാതെ മാറിപ്പോകാതെ ജീസസ് മാറിപ്പോകാത്തൊരു ദൈവമുണ്ട്. അത് യേശുപ്പനത്രേ. സ്തോത്ര ഹല്ലേലൂയ. സകലരും മാറിപ്പോകുമ്പോഴും മാറിപ്പോകാത്ത ഒരുവനുണ്ട്. അതാരാ? യേശു ക്രിസ്തു. വാക്കുകൊണ്ട് സകലവും ചെയ്യാൻ കഴിവുള്ള അപ്പൻ. അപ്പൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാറോടടച്ചിടുമേ. അപ്പൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാറോടടച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ കൃപ ഇതു സ്വർഗീയ സന്തോഷമേ. സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. കണ്ണുകൾ കോപിച്ചിടുന്നേ, ഉള്ളം കൂടിച്ചിടുന്നേ, നാദാ നിന്നൂടെ വരവോ. കണ്ണുകൾ കോപിച്ചിടുന്നേ, ഉള്ളം കൂടിച്ചിടുന്നേ, നാദാ നിന്നൂടെ വരവിനായി. പാരിൽ കഷ്ടതകൾ കാന്തവേഗം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുവേ കാന്തവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. 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 ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പെട്ടകത്തിനകത്ത് ദൈവം തന്നെയാണ് ആക്കിയത്. പക്ഷെ പെട്ടകത്തിനകത്തിരുന്ന നോഹയെയും കുടുംബത്തെയും അതിലുള്ള സകലത്തെയും ഓർത്തിട്ട് അവരെ അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കാൻ, അവരെ പുറത്തു കൊണ്ടുവരുവാൻ കാറ്റടിപ്പിച്ച് വെള്ളത്തിൻ്റെ ആഴികളെ അതിലൂടെ വെള്ളം ഇനി പൊങ്ങാതെ വണ്ണം എന്തൊക്കെ ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. അതൊക്കെ ചെയ്ത് അവയെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഇന്ന് ഇതിനകത്തും പൈതലെ ഒന്നിനൊന്ന് പ്രശ്നങ്ങളായിരിക്കാം, പക്ഷേ അവയുടെ നടുവിലും പുറത്തു കൊണ്ടുവരുന്നൊരു സർവശക്തൻ ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. 2, എൻ്റെ കർത്താവ് പറഞ്ഞു, മക്കളെ ഹല്ലേലൂയ, അബ്രഹാമിനെ ദൈവം ഓർത്തു. പ്രശ്നം നേരിട്ടപ്പോൾ, പ്രതിസന്ധി നേരിട്ടപ്പോൾ, പ്രതികൂലം നേരിടാൻ പോവുകയാണ്. സോദോം ഗൊമോറ പട്ടണം തകരാൻ പോവുകയാണ്. തകരാൻ പോകുന്നത് എൻ്റെ ദൈവം കണ്ടിട്ട് ആ തകർന്നു പോകുന്നതിന് മുൻപേ അതിനകത്ത് ഒരുവൻ താമസിക്കുന്നുണ്ട്, ലോത്തും കുടുംബവും. അബ്രഹാമിനോട് കൂടെ വന്നതാണ് ലോത്ത്. അബ്രഹാമിനെ ദൈവം ഓർത്തിട്ട്, ലോത്തിനെ ഓർത്തെന്നല്ല, അബ്രഹാമിനെ ദൈവം ഓർത്തു. ഒരു കുടുംബത്തിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവം അവരെ ഓർക്കും.
ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവം അവരെ ഓർത്തു. ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഓർത്തു. പുതിയ നിയമത്തിനകത്ത് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അവസാന അധ്യായത്തിനകത്ത് ആ കപ്പലിനകത്ത് ആരുണ്ടായിരുന്നു? അഭിഷേകമുള്ള ഒരുത്തൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ 300 താഴെയുള്ള ഒരു ജനാവലി അതിനകത്തുണ്ടായിരുന്നു. അവരിൽ ഒരാളിന് പോലും കേടുപറ്റിയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അവിടെ ഓർത്തൊന്നും എഴുതിയിട്ടില്ല, എങ്കിലും ഞാൻ പറഞ്ഞതാ. പുതിയ നിയമത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്തുണ്ട്. ആ കപ്പൽ തകർന്നു അല്ലേ? കപ്പലിനകത്ത് ഒരു കൂട്ടം പേരുണ്ടായിരുന്നു അല്ലേ? അപ്പോസ്തലനെ കൊണ്ടുപോകായിരുന്നു. പക്ഷേ അപ്പോസ്തലൻ്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി പറഞ്ഞു, ആർക്കും ഒരു ദോഷവും പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ പെട്ടകത്തിനകത്ത്, പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ആ കപ്പലിനകത്ത്, പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഒരു വീട്ടിനകത്ത്, പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ. നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന ആശ്വാസമാക്കി മാറ്റും. ഒരുപാട് പേർക്ക് ഒരു വിടുതലാക്കി മാറ്റും. ഒരുപാട് പേർ ഒരു പ്രശ്നം വരുന്ന ദൈവം കാണുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നിന്നെ എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കാൻ വിടും. കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ യാത്രയിലൊക്കെ ചിലപ്പോൾ നമ്മൾ അത്രത്തോളം വിഷയങ്ങൾ കൈകാര്യം ചെയ്യില്ലായിരിക്കും, പ്രാർത്ഥിക്കില്ലായിരിക്കും. പക്ഷേ വീട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷേ യാത്ര ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും പ്രത്യേക സമയങ്ങൾ ഒരു തട്ട് ദൈവം തന്നിട്ട് അവരെ നമ്മുടെ വായിൽ തരും. കാരണം എന്താ? എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു. ടക്കനെ നമ്മളെ കൊണ്ട് അപ്പൻ്റെ സ്നേഹം നോക്കിക്കേ. നമ്മളെ കൊണ്ട് അപ്പച്ച പ്രാർത്ഥിപ്പിക്കും. നമ്മളോട് പറയും, പ്രാർത്ഥിരേ. നമ്മളറിയാം നമ്മുടെ വായിലത് വരും, പേര് വരും. അപ്പാ എൻ്റെ ഇന്നാള്, അപ്പാ ഇന്നാള് വാഹനത്തിലാണ്, അയ്യോ എൻ്റെ സഭയിൽ ഇന്നാള്, അയ്യോ ഇന്നടുത്താണ്, അല്ലെങ്കിൽ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് ഇത് അങ്ങയുടെ കാര്യത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല, നിങ്ങൾ വേറെ എന്തോ തിരക്കിനകത്താണ്. അവിടെ നമ്മൾ അറിയാതെ ഒരു പ്രാർത്ഥന അകത്ത് നടക്കും. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിന് ദൈവം ഓർത്തിട്ട് എന്ത് സംഭവിച്ചു? ലോത്തിനെ കുടുംബത്തെ രക്ഷിച്ചു. ലോത്തിന് ഒന്നും സംഭവിക്കാതെ ലോത്തിനെ ദൈവം രക്ഷിച്ചു. ഹല്ലേലൂയ. രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. 30-22 വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിച്ചേ. ദൈവം റാഹേലിനെ ഓർത്തു. ഓർക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഓർക്കുന്നൊരു ദൈവമുണ്ട്. റാഹേലിനെ ദൈവം ഓർത്തു. അതുവരെ അവളുടെ ജീവിതത്തിൽ തലമുറയില്ലെങ്കിലും റാഹേലേ നിന്നെ ഓർക്കുന്നൊരു സമയം. റാഹേലേ നിന്നെ ഓർക്കും. നീ ആരാണെന്ന് ദൈവം ഓർക്കുന്നുണ്ട്. നീ വന്ന വഴികളെല്ലാം ദൈവം ഓർക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം ദൈവം ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിന് തൊട്ട് മുമ്പൊന്ന് വായിക്കാമോ? 30-ാം അധ്യായം 21 മുതൽ 21-ാം വാക്യം വായിച്ചേ. അതിന്റെ ശേഷം അവൾ ഒരു മകനെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു. അടുത്തത് ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവളുടെ ദൈവം വേറൊരാളൊന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്നല്ല, പിന്നെ അവളുടെ നിങ്ങൾ നോക്കിയേ, ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രീതിയിൽ പ്രാർത്ഥിച്ചു, നന്മകൾ ലഭിച്ചു, തലമുറ ലഭിച്ചു, കുടുംബം പിടിപ്പിക്കപ്പെട്ടു, വലിയ നന്മകൾ ലഭിച്ചു എന്നുണ്ടേ. പലയിടത്തും പലരിലൂടെയാണെങ്കിൽ ചിലയിടത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. ഹന്ന പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു, ശമൂവേലിനെ കൊടുത്തു. കണ്ടോ? ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, റാഹേലിനെ ദൈവം ഒരുപാട് അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ദൈവം ഓർക്കേണ്ട സമയമായപ്പോൾ റാഹേലിനെ എൻ്റെ അപ്പച്ചൻ ഓർത്തു. മനുഷ്യൻ മറന്നുപോയാലും, പ്രിയപ്പെട്ടവർ മറന്നുപോയാലും നമ്മൾ മറക്കാത്തൊരു ദൈവമാണ് യേശു ക്രിസ്തു കേട്ടോ. നമ്മൾ ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. യേശു ക്രിസ്തു മാറിപ്പോകുന്നൊരു ദൈവമല്ല. അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവമാണ്. ഹല്ലേലൂയ. യേശു എന്നെ കൈവിടില്ല, ഒരു നാളും മറക്കില്ല. യേശു എന്നെ കൈവിടില്ല, ഒരു നാളും മറക്കില്ല. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ.
ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. യേശു എന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? യേശു എന്നെ കൈവിടില്ല, ഒരു നാളും മറക്കില്ല. യേശു എന്നെ കൈവിടില്ല, ഒരു നാളും മറക്കില്ല. ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും മറക്കും, പക്ഷേ മറക്കാത്ത ഒരാളെ ഉള്ളതാരാ? യേശുപ്പച്ചൻ. വായിച്ച് ഉൽപ്പത്തി പുസ്തകം 30:22 ഒന്നുകൂടെ. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം റാഹേലിനെ ഓർത്തു. അടുത്ത്, ദൈവം അവളുടെ അപേക്ഷ കേട്ട്. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവളുടെ ഗർഭത്തെ തുറന്നു. സ്തോത്രം. അടുത്ത വരിയും കൂടെ. അവൾ ഗർഭം ധരിച്ച്. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. മകനെ പ്രസവിച്ചു. ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസഫ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നല്ലൊരു പിള്ളയെ തന്നെ ദൈവം ചെയ്തു. ആമേൻ. ഞാൻ പറയട്ടെ, അവളുടെ അപേക്ഷ കേട്ടു, അവളെ ദൈവം ഓർത്തു. റാഹേലിനെ ദൈവം ഓർത്തു. നോഹയെ സകലത്തെയും ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത ദൈവം, വ്യത്യസ്തമായ നിലവാരത്തിൽ കിടന്ന ഓരോരുത്തരും ദൈവം ഓർക്കുകയാണ്. നിനകത്ത് വ്യത്യസ്തമായ നിലവാരത്തിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്, പക്ഷേ നമ്മൾ ഓർക്കുന്നൊരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്രക്കും മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഓർക്കുന്നൊരു ദൈവം. ഒന്നുകൂടെ വായിക്കാമോ? 30:22 വാക്യം. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട്. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവളുടെ ഗർഭത്തെ തുറന്നു. ദൈവം അവളുടെ അപേക്ഷ കേട്ട്, ദൈവം അവളെ ഓർത്ത്, ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. അവൾക്ക് യോസഫിനെ നൽകി. ഏതൊക്കെ വേദനയുടെ നടുവിലൂടെ പോകുന്നവരെയും മറക്കാതെ ഓർക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പുറപ്പാട് 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 2:24 പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24 വായിച്ചേ. ദൈവം അവരുടെ നിലവിളി കേട്ട് ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. വാക്കുണ്ട്, ദൈവം അറിഞ്ഞു. ദൈവം ആ ഭാര്യ അല്ലാതിനെ തുറന്നു. ദൈവം അറിഞ്ഞു. അമ്മേ, ദൈവം അറിഞ്ഞു. എന്തോന്നറിഞ്ഞേ? പറവോൻ്റെ മുഖത്തിനകത്ത് ഒരു വലിയ സൈന്യം കിടക്കുന്നുണ്ട്. ദൈവം അറിഞ്ഞു. ദൈവം ഓർത്തു, നിയമം ഓർത്തു. ഇത്ര കാലം കഴിഞ്ഞ് ഞാനവരെ പുറത്തു കൊണ്ടുവരും. ദൈവം സമയമായപ്പോൾ നിയമം ഓർത്തു. ആ ഓർത്തപ്പോഴാണ് എൻ്റെ ദൈവം മോശയെ പുറത്തു കൊണ്ടുവന്നത്. എന്നെ കേൾക്കും ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നിന്നെ ഓർക്കുന്നുണ്ട്. നീ ഇതൊക്കെ മുഖത്തിനകത്തിരുന്നാലും ദൈവം നിന്നോടുള്ള നിയമം മറന്നിട്ടില്ല. കഴിഞ്ഞ നാളുകളിൽ, നീ രക്ഷിക്കപ്പെട്ട നാളുകളിൽ നിന്നോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. ദൈവം മറന്നിട്ടില്ല. അത് ഓർക്കുന്ന ദൈവമാണ്. പ്രതികൂലം വരുമ്പോൾ മറക്കുന്ന ദൈവമല്ല. പ്രശ്നം വരുമ്പോൾ ദൈവം മറക്കുന്ന ദൈവമല്ല. പ്രതിസന്ധി വരുമ്പോൾ മറക്കുന്ന ദൈവമല്ല. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ദൈവം ഓർത്തു. ഓർക്കുന്നൊരു ദൈവം. ഇതിനകത്തിരിക്കുന്ന മകനെ, മകളെ, നിന്നെ ഓർക്കുന്നൊരു ദൈവം. നിന്നോട് കഴിഞ്ഞ നാളുകൾ ചെയ്ത നിയമത്തെ ഓർക്കുന്നൊരു ദൈവം. ആ നിയമത്തെ ഓർത്തിട്ട് നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് കെട്ടുകളെ പൊട്ടിച്ച് ബന്ധനങ്ങൾ അഴിച്ച് ആ ഇരുമ്പുലക്കകത്ത് നിന്ന്, ആ ശത്രുവിന്റെ പിടിയിൽ നിന്ന് നിന്നെ, നിന്റെ കുടുംബത്തെയും ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ, ഒരു കുളമ്പടി പോലും ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ, ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ, വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, വേർപാട് കാത്തു സൂക്ഷിക്കുന്ന,
ശത്രുവിന് ഇടം കൊടുക്കാത്ത ദൈവ ഭയത്തോടെ ജീവിക്കുന്ന ചൂടാപാന ഒരു ശക്തിയേറിയ അഭിഷേകത്താൽ ദൈവം നിന്നെ നിറച്ച് ഇന്നാളുകൾ നിന്നെ പുറത്തെടുക്കാൻ അഗ്നി 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 ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ നിന്നെ നിന്റെ കുടുംബത്തെ ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ കർത്താവിന്റെ ശക്തിയെ പകർന്ന് വിശുദ്ധിയോടെ വേർപാടോടെ ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് വേർപാട് നീ പറയും ഇതെങ്ങനെ സംഭവിക്കും കർത്താവേ, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ പറയുന്ന കുടുംബത്തിലെ അംഗങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയാ, നിന്റെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. നിന്നെക്കാൾ അപ്പുറമായി, നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി സ്വർഗം ഇറങ്ങി വന്ന് നിന്റെ കുടുംബത്തിലെ കോട്ടകളെ പൊട്ടിച്ച് ചിലതിനെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നീ നിന്റെ കുടുംബമായിട്ട് എൻ്റെ അപ്പം തൂക്കിയെടുത്ത് വിശുദ്ധിയോടെ വേർപെട്ട ജാതികളോടുകൂടെ കലരാത്ത അഗ്നി 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 ദൈവശക്തി 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 ദൈവത്തിന്റെ ശക്തി ദൈവശക്തി ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ സ്വോത്ര ദൈവത്തിന്റെ സ്വോത്ര ദൈവത്തിന്റെ സ്വോത്ര ദൈവത്തിന്റെ സ്വോത്ര ദൈവത്തിന്റെ സ്വോത്ര. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ വചനം വിളിച്ചു പറയുന്നു. ഇതിനകത്ത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊന്നാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ നിന്നെ പൊട്ടിച്ച് നിന്നെ കുടുംബമായിട്ട് ഒരു കുളമ്പടി പോലെ ശേഷിക്കാതെ വേർപെട്ട ആരേതെന്താ പറഞ്ഞേ? മക്കളെ, നമുക്ക് ഈ താഴ്വാരം വേണ്ട. മക്കളെ, ഇവരുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട. മക്കളെ, നമുക്ക് വേണ്ടാത്തതൊന്നും വേണ്ട. ദൈവത്തിന് വേണ്ടാത്ത വേണ്ട. നമുക്ക് വിശുദ്ധി സൂക്ഷിക്കണം, വേർപാട് സൂക്ഷിക്കണം. നമുക്ക് ഈ ഫലങ്ങൾ മതി. വേർപെട്ട ഒരു കുടുംബം ആരുടെ മേലൊക്കെ അഭിഷേകം പരുന്നുണ്ട് പൈതലേ. ഞാൻ പറയാം, ഞാനിത് സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇതിനകത്ത് ആരൊക്കെ വേർതിരിക്കാൻ പോകുകയാ. ദൈവം വേർതിരിക്കാൻ പോകുകയാ. നീ ചിന്തിക്കുക അതെങ്ങനെ സംഭവിക്കും. കുളമ്പടികളെല്ലാം കോട്ടയ്ക്കകത്ത് കൊട്ടാരത്തിനകത്ത് കിടക്കയല്ലേ, നുഖത്തിനകത്ത് കിടക്കയല്ലേ. എൻ്റെ വീട്ടിനകത്തുള്ള കുളമ്പടികളെല്ലാം കൂന് പിടിച്ച് കുരുട് പിടിച്ച് മന്നത പിടിച്ച് ഹല്ലേലൂയ പാപത്തിൻ്റെ അഗാധ ഗർത്തത്തിനകത്ത് പറവോന്റെ ഇരുമ്പുലക്കകത്ത് കിടക്കയല്ലേ. ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ പൊട്ടിച്ച് പുറത്ത് വരും എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അപ്പൻ പറയും, എൻ്റെ രക്തം ഇറങ്ങിച്ചെല്ലും, എൻ്റെ മാംസം ഇറങ്ങിച്ചെല്ലും. അവരെ കെട്ടുകളെ പൊട്ടിച്ച് ഞാൻ എൻ്റെ അടുത്ത് കൂട്ടത്തോടെ കൊണ്ടുവന്ന് നിരത്തും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങിച്ചെന്ന് പുറപ്പെടുവിച്ച് ദൈവം ഓർത്തു. ഞാൻ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് ഇസഹാക്കിന്റെ കാലം കഴിഞ്ഞു, അവരുടെ എല്ലാം കാലം കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ കാലം കഴിഞ്ഞില്ല. വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ കാലം കഴിഞ്ഞില്ല. അവരോട് വാക്ക് പറഞ്ഞ തക്ക സമയമായപ്പോൾ ഹല്ലേലൂയ അബ്രഹാം ഇല്ലെങ്കിലും വാക്ക് പറഞ്ഞ ദൈവമുണ്ട്. ഒന്നുകൂടെ വായിച്ചേ, പുറപ്പാട് 2:24. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. കണ്ടോ, അവരോടുള്ള നിയമം ഓർത്തു. അവരില്ല, പക്ഷേ അവരോടുള്ള നിയമം ദൈവം ഓർത്തു. കണ്ടോ, ദൈവം ഓർത്തു. അടുത്ത് വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും വചനത്തിൽ എഴുതിയിരിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഏൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. റാഹേലിനെ മാത്രമല്ല ഓർത്തത്, ആ പള്ളിക്കകത്ത് പ്രാർത്ഥിച്ച ഹന്നയെയും എൻ്റെ അപ്പച്ചൻ ഓർത്തു. പെട്ടകത്തിനകത്ത് എൻ്റെ ദൈവമാക്കുമ്പോൾ
നോഹയെയും നോഹയോട് കൂടെ കയറിയ സകലത്തെയും ദൈവം ഓർത്തു. തക്ക സമയമാകുമ്പോൾ കൊണ്ട് നിർത്തി. സോദോം ഗൊമോറ പട്ടണം തകർക്കാൻ ദൈവം ഒരുങ്ങുമ്പോൾ അബ്രഹാമിനെ ഓർത്തു. ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. തലമുറകളില്ലാതെ കരയുന്ന റാഹേലിനെ ദൈവം ഓർത്തു. റാഹേലിൻ്റെ പ്രാർത്ഥന കേട്ട് റാഹേലിൻ്റെ അടുക്കൽ ഇറങ്ങി യോസേഫിനെ റാഹേലിൻ്റെ കരത്തിൽ കൊടുത്തു. മനസ്സിലായി. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമം ഓർത്തു. ആ ഇരുമ്പുലക്കകത്ത് കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ അവരോടുള്ള നിയമത്തെ എൻ്റെ അപ്പൻ ഓർത്തു. ഇവിടെ ആരോർത്തു? ഹന്നായെ ദൈവം ഓർത്തു. ഒന്നുകൂടെ വായിച്ച വരി 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിച്ച. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. അടുത്ത യഹോവ അവളെ ഓർത്തു. യഹോവ ഏതൊക്കെ വിഷയത്തിനകത്തൂടെ വരുമ്പോഴും ഓർക്കുന്നൊരു ദൈവമുണ്ട്. സങ്കീർത്തന പുസ്തകം 105:42 വായിക്കുമ്പോൾ അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു എന്ന സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു. വായിച്ചേ. സങ്കീർത്തനങ്ങൾ 105:42 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അവൻ തന്റെ വിശുദ്ധ വചനത്തെ തന്റെ ദാസനായ അബ്രഹാമിനെ ഓർത്തു. കണ്ടോ? വചനത്തെ ഓർത്തു, അബ്രഹാമിനെ ഓർത്തു. പെട്ടകത്തിനകത്തിരുന്ന നോഹയെ കുടുംബത്തെ സകലത്തെ ഓർത്തു. കാറ്റടിപ്പിച്ചു പുറത്തു കൊണ്ടുവന്നു. സോദോം ഗൊമോറ പട്ടണം തകർക്കാനിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്തിനെ പുറത്തു കൊണ്ടുവന്നു. റാഹേല് മച്ചിയായിരിക്കയാൽ കൂടെയുള്ള സഹോദരി ദൈവം അനുഗ്രഹിച്ചു. അവൾക്ക് തലമുറ കിട്ടി. എന്നാൽ റാഹേലിൻ്റെ പ്രാർത്ഥന കേട്ടു. റാഹേലിനെ ദൈവം ഓർത്തു. വർഷകാലം കൊണ്ട് അടിമനുഖത്തിനകത്ത് കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം ഓർത്തു. എപ്പോ? ആമേൻ. അവരുടെ നിലവിളി കേട്ടപ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനുള്ള നിയമത്തെ ദൈവം ഓർത്തു. ഇവിടെ ഹന്നായെ ദൈവം ഓർത്തു. തീർന്നില്ല. ദൈവം പറഞ്ഞ വചനത്തെയും അബ്രഹാമിനെയും ഓർത്തെങ്കിൽ യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 49 അധ്യായം 15 മുതൽ 15-16 വാക്യം വായിക്കുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഓർക്കുന്നൊരു ദൈവം. ആരൊക്കെ മറക്കുമ്പോഴും മറക്കാതെ ഓർക്കുന്നൊരു ദൈവം. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. വായിക്കാമോ? യെശയ്യാവ് 49:15-16 വാക്യം. മറക്കാത്ത ദൈവം, ഓർക്കുന്ന ദൈവം, മറന്നു കളയാത്ത ദൈവം. വായിച്ചേ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും. അവർ മറക്കുമെന്ന എൻ്റെ അർത്ഥം. മറന്നു കളഞ്ഞാൽ മറക്കും. മറന്നാലും എന്ന് പറഞ്ഞാൽ ആ ബന്ധമല്ല മക്കളെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ഒരുപക്ഷെ മറക്കും. പക്ഷെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? എൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നീ. എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഒന്ന് പോയാൽ 99 വിട്ടിട്ട് ഒന്നിന് വേണ്ടി അലയും, ഒന്നിന് വേണ്ടി കാത്തിരിക്കും, ഒന്നിന് വേണ്ടി ഞാൻ സത്യം ഒരുക്കും, ഒന്നിന് വേണ്ടി ദൂതന്മാർ എഴുന്നേൽക്കും, ഒന്നിന് വേണ്ടി. ഇന്നിനകത്തിരിക്കുന്ന പൈതലെ, നിന്റെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടില്ലേ ഒന്ന്? ആ ഒന്നിനെ ദൈവം കൊണ്ടുവരുമെന്ന്. അതെ നഷ്ടപ്പെടില്ലേ? മാറിയില്ലേ? അകന്നില്ലേ? തെറിച്ച് കിടക്കുന്നില്ലേ? പാവിയെ കിടക്കുന്ന അതിനെ ദൈവം കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ. ഓർക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഒരുപാട് ഓർമ്മ ധ്യാനിച്ചില്ലേ നമ്മൾ? ഒന്ന് എന്തോർത്തു? പെട്ടകത്തിനകത്താക്കിയ നോഹയെയും കുടുംബത്തെയും സകലത്തെയും എൻ്റെ ദൈവം ഓർത്തു. 2 ആരെ ഓർത്തു? സോദോം ഗൊമോറ പട്ടണം തകർക്കാൻ പോയപ്പോൾ അബ്രഹാമിനെ ദൈവം ഓർത്തു. വീണ്ടും ആരെ ഓർത്തു? പിന്നെ ആരെ ഓർത്തു? റാഹേലിനെ ദൈവം ഓർത്തു. ഇരുമ്പുലക്കകത്ത് കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ അബ്രഹാമിനോടും ഈസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ദൈവം ഓർത്തു. ആമേൻ. പിന്നെ ആരെ ഓർത്തു? റാഹേലിനെ ഓർത്തു. അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഹന്നയെ ദൈവം ഓർത്തു. ഒരു
തലമുറ കൊടുത്തു. ശമൂവേൽ പ്രവാചകനെ ദൈവം കൈമാറി. റാഹേലിനെ ഓർത്തു. യോസഫ് എന്ന തലമുറയെ ദൈവം അവൾക്ക് കൈമാറി. ഹല്ലേലൂയ. ദൈവം ഓർത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നത് അത്ഭുതമാണ്. ദൈവം ഓർത്ത് കൊടുത്തതാണെങ്കിൽ നീ പേടിക്കണ്ട, അത്ഭുതമാണ്. ദൈവം തൻ്റെ വചനത്തെ ഓർത്തു. ദൈവം തൻ്റെ വചനത്തെ അബ്രഹാമിനെയും ദൈവം ഓർത്തു. തീർന്നില്ല, ദൈവം തൻ്റെ ജനത്തെ ഓർത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കുന്നൊരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വീണ്ടും വചനം വായിക്കുമ്പോൾ എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം 10-ാം വചനം വായിക്കുമ്പോൾ അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവം യെശയ്യാവിൽ ദൈവം ഓർത്തു. ഞാൻ നിന്നെ ഓർക്കുന്നു, മറക്കയില്ല. കണ്ടോ അർത്ഥം എന്താ? ഓർക്കുന്നുണ്ട്, ഞാൻ മറക്കയില്ല. അങ്ങനെയെങ്കിൽ എബ്രായർക്ക് ലേഖനം വായിക്കുമ്പോൾ 6:10 പറയുന്നു, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. കണ്ടോ, വായിച്ചേ. നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച. നീനകത്തിരിക്കുന്ന മകനെ, മകളെ, ദൈവത്തിൻ്റെ നാമത്തോട് നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ടോ അത് മറക്കുന്ന ഒരാളല്ല. ദൈവം മറക്കാതിരിക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെയോ അപ്പനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളിലൂടെ എന്ത് വന്നാലും നമ്മൾ ദൈവം ഓർക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. പക്ഷെ അപ്പനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പനോടുള്ള ഭക്തി ഉണ്ട്. എന്തുകൊണ്ട്? ഭക്തിയുണ്ട്. എന്താണ് ഭക്തി? ഒരു ഉദാഹരണം പറയാം. ഭക്തി, സ്തോത്രം. നമ്മളെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കി എന്നിരിക്കട്ടെ. ഇപ്പോഴാ സ്കൂൾ ടൈമാണല്ലോ. കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കി ഇവിടുന്നേ പറഞ്ഞാൽ കൊണ്ടുപോയേ അവിടെ ചെന്ന് കരയരുത്, മര്യാദയ്ക്ക് ഇരുന്നോളണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് കൊണ്ട് അവിടെ സ്കൂളിനകത്താക്കി. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ ഒരുമാതിരി അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ എല്ലാം നല്ല കൂട്ടായി. അങ്ങനെ ആദ്യത്തെ ദിവസം കരഞ്ഞെങ്കിൽ പിന്നത്തേതിൽ കരഞ്ഞില്ല. അങ്ങനെ കുഞ്ഞ് പഠിച്ച് കുറച്ച് ദിവസമായപ്പോൾ ആ കുഞ്ഞിന് വളരെ ക്ഷീണം വന്നു. അല്ലെങ്കിൽ ഒരു തളർച്ച വന്നു. അല്പം കഴിഞ്ഞപ്പോൾ അധ്യാപകർ അതിനെ ശകല വെള്ളമൊക്കെ കൊടുത്തപ്പോൾ ക്ഷീണമൊക്കെ മാറി. എങ്കിലും അധ്യാപകരെ രക്ഷകർത്താവിനെ വിളിച്ചു പറഞ്ഞു, അപ്പനെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ ഇങ്ങനൊരു ക്ഷീണം വന്നു, ഞങ്ങൾ വെള്ളമെല്ലാം കൊടുത്തു, ആളൊക്കെ ആയി, വേറെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ക്ഷീണമെല്ലാം മാറി എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അപ്പോൾ ഈ ശുശ്രൂഷിക്കാൻ അധ്യാപകരുണ്ടായിരുന്നു, സ്നേഹം കൊടുക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു, എല്ലാവരും അടുത്തുണ്ട്, നല്ല സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പൻ തലേദിവസം പറഞ്ഞു, നീ നാളെയും കരയരുത്, മര്യാദയ്ക്ക് അവിടെ നോളണം, പഠിക്കാൻ ഒരുപാടുണ്ട്, നല്ല രീതിയിൽ പഠിച്ചോളണം. രാവിലെ കൊണ്ടുവിട്ടപ്പോഴും പറഞ്ഞിട്ടാണ് അപ്പൻ വന്നത്, 2 വഴക്കൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. നീ ഒരു കാരണവശാലും പഠിക്കാതിരിക്കൽ, ശ്രദ്ധിച്ചോളണം, പഠിച്ചോളണം, ക്ലാസ്സുകൾ മുടങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് രാവിലെ കൊണ്ടുവിട്ടത്. കുഞ്ഞ് ക്ഷീണം വന്നതുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞു. അപ്പൻ ചെന്നപ്പോൾ കുഞ്ഞു ഓക്കെയാ, പക്ഷെ കുഞ്ഞ് അപ്പനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് അപ്പൻ പറഞ്ഞു, അപ്പൻ ഞാൻ വരുന്നു, പപ്പ ഞാൻ വീട്ടിൽ വരുന്നു. പപ്പ അവിടെ വെച്ച് വഴക്ക് പറഞ്ഞു, നിനക്കിപ്പോൾ ക്ഷീണം മാറിയല്ലോ, നിനക്ക് ഒരു കുഴപ്പം. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, വീട്ടിൽ നിനക്ക് നല്ല ക്ഷീണമല്ല, മാറിയല്ലോ, വാ. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, നീ ഇരുന്നോ, നിനക്കൊരു ക്ഷീണമില്ലല്ലോ, മാറിയല്ലോ. ഇവരെല്ലാം സ്നേഹം കൊണ്ട് ഇവരെ നിറച്ചു. ആര്? അധ്യാപകരും കുട്ടികളെല്ലാം സ്നേഹം കൊടുത്ത് ഇവിടെ കൂട്ടുകൂടി നിൽക്കുകയാണ്. പക്ഷേ അപ്പൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവള് പറയുന്നു, ഞാൻ എൻ്റെ അപ്പനോടൊപ്പം വരുന്നു. അപ്പനോടൊപ്പം വണ്ടി കയറി അപ്പൻ ഇവിടെ നിന്ന് വീട് വരെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ വരുന്നു. അർത്ഥം എന്താ? അതാണ് അപ്പനോടുള്ള ഭക്തി. അവരോടില്ലാത്ത ഒന്ന് അപ്പനോട്. കണ്ടോ, അവരോടില്ലാത്ത. അപ്പം വഴക്കല്ലേ പറഞ്ഞേ, അപ്പം സ്നേഹം കൊടുത്തില്ലല്ലോ, കൊടുത്തോ? അവിടെ ഇരുന്ന് പഠിക്കാനല്ലേ പറഞ്ഞേ, പടി, അതല്ലേ പറഞ്ഞേ. 2 വഴക്ക് കൊടുത്തില്ലേ, 2 അടിയെ കൊടുത്ത് കാണത്തില്ലേ, 2 സ്ക്രൂ ഒക്കെ ഒന്ന് മുറുക്കി കൊടുത്ത് കാണത്തില്ലേ. പക്ഷെ എന്നിട്ടും എന്താ ഈ കുഞ്ഞ് ഇതെല്ലാം കൊടുത്തിട്ടും സ്നേഹിച്ച കൂട്ടുകാരോടൊപ്പം ഇരിക്കാതെ എന്താ പോയേ? ഇനി ഒരുപാട് തെളിവുണ്ട്, പറയാൻ സമയമില്ല. സ്തോത്രം. യേശുപ്പച്ചനോടുള്ളൊരു ഭക്തി, ജീസസ്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ദൈവം മറക്കുന്നവനല്ല. ഒന്നുകൂടെ വായിച്ചേ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവൻ അല്ല. എന്തല്ല? അനീതിയുള്ളവനല്ല. ഇതിനകത്തിരിക്കുന്ന പൈതലെ, നമ്മൾ സ്വത്രം ആഴമേറി തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനീതിയുള്ളവനല്ല. ആ വചനം ഒന്നുകൂടെ വായിച്ചേ.
ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അനീതിയുള്ളവനല്ല. അപ്പോ ഇന്നതിനകത്ത് നമ്മൾ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അപ്പൻ്റെ മുൻപിൽ വിശ്വസ്തതയോടെ നിൽക്കുന്ന, വിശ്വസ്തതയോടെ ജീവിക്കുന്ന, വിശ്വസ്തതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പൈതലിനെ, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നവരെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരെ, എന്ത് ചെയ്താലും കാണുന്ന ഒരു ദൈവമുണ്ട്. രഹസ്യത്തിലാണ് ചെയ്യുന്നെങ്കിലും സ്വർഗം അത് പരസ്യമായി കാണുന്നുണ്ട്. മനുഷ്യന് മുമ്പിൽ രഹസ്യത്തിലാണ് പലതും നമ്മൾ ചെയ്യുന്നെങ്കിലും സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യുന്നതിനെ കാണുന്നൊരു ദൈവമുണ്ട്. മറക്കുന്നവനല്ല. നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ദൈവം. അങ്ങനെയെങ്കിലും ഓർക്കുന്നൊരു ദൈവമുണ്ട്. പെട്ടകത്തിനകത്തിരുന്ന നോഹയെ മറക്കാത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത ദൈവം, റാഹേലിനെ ഓർത്ത ദൈവം, നിയമം ഓർത്ത ദൈവം, വചനം ഓർത്ത ദൈവം, ഹന്നയെ ഓർത്ത ദൈവം, അമ്മ മറന്നാലും മറക്കാതെ ഓർത്ത ദൈവം, നുഖത്തിനകത്ത് കിടന്ന മക്കളെ പൊട്ടിക്കാൻ ഓർത്ത ദൈവം, തന്നോട് കാണിച്ച സ്നേഹത്തെ മറക്കാതെ ഓർക്കുന്നൊരു ദൈവം അത്രേ. ആ ദൈവം ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നീ വ്യത്യസ്തമായ വിഷയത്തോട് വേദനയോടായിരിക്കും ഒരുപക്ഷെ കടന്നു വന്നത്. പക്ഷേ ആ വേദനയുടെ നടുവിലും നമ്മെ ഓർത്ത് നമ്മെ കൈക്ക് പിടിക്കുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ശരണപ്പെടാമോ? അപ്പാ, എന്നെ ഓർക്കുന്ന ദൈവമേ, എന്നെ അറിയുന്ന ദൈവമേ, എന്നെ മനസ്സിലാക്കുന്ന ദൈവമേ, എൻ്റെ കണ്ണുനീര് കാണുന്ന ദൈവമേ. നമ്മൾ പറയും, എൻ്റെ കണ്ണുനീര് ആര് കണ്ടു? ആരും കണ്ടില്ലല്ലോ. എൻ്റെ വേദന ആരും കണ്ടില്ലല്ലോ. എൻ്റെ ദുഃഖം ആരും കണ്ടില്ലല്ലോ. എൻ്റെ പ്രശ്നം ആരും കണ്ടില്ലല്ലോ. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞല്ലോ. ആർക്കും എന്നെ വേണ്ടല്ലോ എന്ന് പറയുന്നിടത്തും എന്നെ നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ രാത്രികൾ ഉറക്കമില്ലാതെ കരയുമ്പോൾ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആരും ഓർത്തില്ലെങ്കിലും നിന്റെ കൂടെ നിന്നവർ മറന്നുപോയാലും, നിന്നെ സ്നേഹിച്ചവർ മറന്നുപോയാലും, നിന്റെ കൂടെപ്പിറപ്പ് മറന്നുപോയാലും, നിങ്ങളുടെ മാതാപിതാക്കൾ മറന്നുപോയാലും, ഭവനത്തിലെ തൊട്ടടുത്ത അംഗങ്ങൾ മറന്നുപോയാലും, ഇന്ന് പകൽക്കാലം പെറ്റ സ്ത്രീ മറന്നുപോയാലും മറക്കാത്തൊരു ദൈവമുണ്ട്. ആ രക്തത്തുള്ളികളുടെ വിലയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ മറക്കയില്ല. രാത്രികൾ കൂടെ ഇരിക്കുന്ന ദൈവം, പകലുകൾ കൂടെ ഇരിക്കുന്ന ദൈവം, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ഓർത്തിറങ്ങി വരുന്ന ദൈവം, നിയമം ഓർക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഓർത്ത് അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആരെന്നെ സഹായിക്കും? ആരെന്നെ കരുതും? ആരെന്നെ നടത്തും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എല്ലാം തീർന്നോ? ഇല്ല, തീർന്നില്ല. പെട്ടകത്തിനകത്ത് എല്ലാം തീർന്നോ? ഇല്ല. കാറ്റടിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഓർക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോൾ, നിന്റെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് പ്രതികൂലം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന മകളെ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് ഓർക്കുന്നൊരു ദൈവം. അപ്പൻ്റെ നാമത്തിന് വേണ്ടി നീ ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നൊരു ദൈവം. എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തിനകത്ത് ഇന്ന വിഷയങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടുമെന്ന് നീ കരയുമ്പോൾ, നിന്നോട് നിയമം ചെയ്ത് നീ രക്ഷിക്കപ്പെട്ട നാളിൽ നീ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ നിന്നോട് തന്ന ആലോചനകൾ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഇന്നെല്ലാവരും മറന്നോട്ടെ, സാരമില്ല. മറക്കാൻ പറ്റാത്തൊരു കർത്താവ്. നീ മറന്നാലും ഞാൻ മറന്നാലും മറക്കുമ്പോഴും എൻ്റെ ദൈവത്തിന്റെ ബലഹീനത നമ്മളെ മറക്കാത്തതാണ്. ഇന്ന് നമ്മൾ മറന്നപ്പോഴും മറക്കാത്തൊരു ദൈവം ഇതിനകത്തുണ്ട്. നമ്മൾ മാറിയപ്പോഴും മാറാത്തൊരു ദൈവം, നമ്മൾ അകന്നപ്പോഴും അകലാത്തൊരു ദൈവം, നമ്മൾ ചിന്തിക്കാത്തപ്പോഴും ചിന്തിച്ച ഒരു ദൈവം, നമ്മൾ മാറിപ്പോയപ്പോഴും ചേർത്ത് പിടിച്ചൊരു ദൈവം. നമ്മൾ ഓർക്കാതെ മറ്റ് പലത് ഓർത്തിരുന്നപ്പോഴും എന്നെ ഓർത്ത്, എൻ്റെ അടുത്ത് നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ അടുക്ക സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദൈവം. വീട്ടുകാർ ഓർക്കാതെ മറ്റു പലത് ഓർത്തപ്പോൾ, സ്നേഹിക്കേണ്ടവരെ ഓർക്കാതെ മറ്റു പലത് ഓർത്തപ്പോൾ, നിങ്ങളെ പലതും പഴിചാരി വെക്കോ എന്ന് പറഞ്ഞ് അടിച്ച് പരിഹസിച്ച് പുറത്താക്കിയപ്പോൾ, എല്ലാവരുടെ മുൻപിൽ ഒരു നോക്കുകുത്തിയപ്പോൾ, അതിനെ തരം താഴ്ത്തിയപ്പോൾ ഓർത്തൊരു ദൈവമുണ്ട്. റാഹേലേ, നിന്ദിക്കപ്പെട്ടവളാ, ഓർത്തൊരു ദൈവമുണ്ട്. ഹന്നായേ, നീ പെരീനയുടെ നിന്ന കേട്ട് ഒരു നോക്കുകുത്തിയ പോലെ എല്ലാം തീർന്നിരുന്നപ്പോൾ നിന്നെ ഓർത്ത ഒരു സർവശക്തനുണ്ട്. നിന്നകത്ത് പൈതലേ, നിന്നെ ഓർക്കുന്നൊരു ദൈവം, നിന്നെ ഓർക്കുന്നൊരു ദൈവം. എന്നെ കണ്ണുനീര് ആരും കണ്ടില്ലയോ? ഞാൻ കഷ്ടപ്പെടുത്തി, ഞാൻ അധ്വാനിച്ചിട്ട് ആ പൈസ എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി സ്വർഗത്തിലെത്തി. അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് ദൈവം ചെയ്ത ഉടമ്പടി ഓർത്ത് നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വന്ന് ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ നിന്റെ വീട്ടിനകത്ത് രക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് വിശുദ്ധിയും പേർമാരോട് ആരാധിക്കാൻ, കർത്താവിന്റെ മഹത്വമാക്കി നിർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് നീ ആലയത്തിനകത്തുണ്ട്. ഒന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട. നിന്നെ ഒതുക്കി കളയുമെന്ന് പറയുന്ന ശത്രുവിന്റെ സകല മണ്ഡലങ്ങളെയും ചിതറിച്ച് കളഞ്ഞിട്ട് ശക്തിയോടെ നിർത്തുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്.